മടവൂരിന്റെ ഒരു കറാമത്ത് കേട്ടോ. ശരീഅത്ത് വിരുദ്ധമായി വല്ലതും ചെയ്തോന്ന് അതില്ലെന്ന് നിങ്ങൾക്ക് വായിക്കാം, മനസ്സിലാക്കാം. തലശ്ശേരിയിൽ ഒരു ഹാജിയാര്, ആ ഹാജിയാർക്ക് ഒരു മകളുടെ കൈ ഒന്നായിട്ട് കുഴഞ്ഞു പോയി. സുബ്ഹാനല്ലാഹ്, ഒരു ഭാഗം തളർന്നു പോയി. എഴുന്നേൽക്കാൻ കഴിയാതെ വീൽചെയറിലാണ് നടത്തം. വീൽചെയറിലാണ് ബാത്റൂമിലേക്ക് പോകുന്നത്. വീൽചെയറിലാണ് അടുക്കളയിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. രണ്ട് കുട്ടികളുള്ള സഹോദരിയുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞപ്പോ CM മറിയമ്മാനെ വിളിക്കാൻ ആവശ്യപ്പെടുന്നു. CM മറിയമ്മാനെ വിളിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഖുത്ബുൽ ആലമിന്റെ നേർച്ചയിലേക്ക് നേർച്ച വെക്കാൻ ആവശ്യപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, തലശ്ശേരി ടൗണില് വലിയ തുണിഷാപ്പ് നടത്തുന്ന മുനീർ ഹാജിയാണ്. അയാളുടെ ഫോൺ നമ്പർ എന്റെ കയ്യിലുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മുനീർ ഹാജി അതാ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, അതാ 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഖുത്ബുൽ ആലമിന്റെ മൗലീദ് ചൊല്ലി പെണ്ണ് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പുരട്ടി അങ്ങ് കടന്നപ്പോ എല്ലാവരും ഉറങ്ങിപ്പോയി, മക്കളും ഉറങ്ങിപ്പോയി. ഭർത്താവ് വിദേശത്ത് കുവൈറ്റിന് ജോലി ചെയ്യുകയാണ്. പറ്റാപ്പതിര നേരത്ത് കുറ്റാക്കൂരിരുട്ടിൽ ഒരാള് വന്നിട്ട് കൈ തടവുന്നു. ആരാണെന്ന് ചോദിച്ചപ്പോൾ മറുപടിയില്ല. സുബ്ഹാനല്ലാഹ്, പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ കൈ താഴ്ത്തിയ കൈ ഉയർത്താൻ കഴിയാത്ത കൈ, ചലിപ്പിക്കാൻ കഴിയാത്ത കൈയതാ ചലിച്ചു തുടങ്ങുന്നു, ചലിച്ചു തുടങ്ങുന്നു. എന്നെ പേടിച്ചോർക്ക് ഏതും പേടിക്കണ്ട, എന്നെ പേടിച്ചോർക്ക് ഞാൻ ശരീഅത്ത് വിരുദ്ധമായിട്ടുള്ളതൊന്നും ചെയ്യരുത്. പെണ്ണ് കുളിച്ചൊരുങ്ങി അത്തറ് പരട്ടി കിടന്നു, മടവൂരിനെ വിളിച്ചിട്ട് കിടന്നു. മൂപ്പര് വന്നു, കൈയാണ് തടവിക്കൊടുത്തുവാണ് സുഖായി. നല്ല ശരീഅത്തിന്റെ അനുകൂലമായ കറാമത്താണല്ലോ പറയണതല്ലേ. മുസ്ലിയാക്കളെ ഉളുപ്പ് എന്ന് പറയുന്നത് അങ്ങാടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതല്ല. അത് അത്യാവശ്യം ഖുർആനും ഹദീസും പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഉണ്ടാവേണ്ട ഒരു മര്യാദയാണ്. അത്രേ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ.